എനിക്കത് കണ്ടിട്ട് ഭയങ്കര പേടിയായൊരു സിനിമ അത് കണ്ടിട്ട്. കാരണം ആ കുട്ടിയെ വെച്ച് അത് എടുക്കുകയാണ്, 4 വയസ്സേ ഉള്ളതിന്. ആ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അച്ഛൻ ആ കുട്ടിയെ അഞ്ജലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിഹേഴ്സൽ കൊടുക്കുകയാണ്. ബുദ്ധിയില്ലാത്തൊരു കുഞ്ഞ്, ഒന്നാമത്തത് വളരെ കുഞ്ഞാണത്. അതിനെ ആ അഞ്ജലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ സമാനതയുള്ള ഒരു ചൈനീസ് ഫിലിം വീഡിയോ കാസറ്റിൽ ഇട്ട് കാണിച്ചിട്ട് ഇതുപോലെ പെർഫോം ചെയ്യാൻ രാത്രി മുഴുവൻ ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യുകയാണ് അദ്ദേഹം. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ആ കുട്ടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഇങ്ങനെ അകത്തിങ്ങനെ പഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതേപോലെയൊക്കെ കാണിക്കണം. ഇങ്ങനെയൊക്കെ ഈ പ്രാക്ടീസും ഈ കുട്ടി ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓടി വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കുഴിയിലോട്ട് കമന്ന് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ കൊച്ചിങ്ങനെ കമന്ന് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു കുട്ടിക്ക് മാത്രം ഇടുങ്ങി ഇങ്ങനെ വീഴാവുന്ന ഒരു കുഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെങ്ങനെ ആ കുട്ടി വീഴും? ഇതെങ്ങനെ അഭിനയിക്കും? നേരെ വന്ന് താപ്പോട്ടൊക്കെ വീഴുക എന്നുള്ളതാ. അപ്പം അത് ആ ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നെഞ്ചിടിക്കുകയാണ് ഇങ്ങനെ. അയ്യോ ഈ കൊച്ചത് ഇങ്ങനെ വീഴും, ഈശ്വര ഈ കുഴിക്കകത്ത് വീണ ഇതിനെ എങ്ങനെ എടുക്കും? അതെൻ്റെ ആ ടെൻഷൻ മുഴുവൻ ആ അഭിനയിക്കുമ്പോൾ എൻ്റെ മുഖത്തുമൊക്കെ ഉണ്ട്. ഞാൻ അറിയാതെ ബോധം കെടുന്ന ഒരു ഷോട്ടുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെ ആയതാണ് ശരിക്കും. കാരണം എനിക്ക് എൻ്റെ പരവേശം, എൻ്റെ വെപ്രാളം, ഈ കൊച്ചി ഇതിനകത്ത് വീഴുമല്ലേ. അപ്പോൾ ഇതിനെ ആദ്യം ഇത് ഓടി വന്നപ്പം കുഴി എടുത്തിട്ട് ഇങ്ങനെ കരിയിലെയും പുല്ലൊക്കെ അതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എടുക്കുന്നത് ഈ കുട്ടി കണ്ടു, കുഴി എടുക്കുന്ന കണ്ടു. അപ്പൊ ഇവിടെ വരുമ്പോ സ്വാഭാവികമായിട്ടും അതൊരു മനുഷ്യ കുഞ്ഞല്ലേ, അതിന്റെ ഇവിടെ വരുമ്പോ അതിങ്ങനെ തപ്പി ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ പണിയായി. ഉച്ച വരെ നോക്കിയിട്ട് പറ്റുന്നില്ല, കൊച്ചു വീഴുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഇവർ പ്ലാൻ ചെയ്യുകയാണ്, ഈ കുട്ടിയുടെ അച്ഛനെയും കൂടെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ കുട്ടി അറിഞ്ഞിട്ടില്ല അവിടെ എവിടെയാണെന്നുള്ളത്, മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു വീഴ്ച വീണു കേട്ടോ. ഞാൻ പുറകിലിരുന്ന് ഞാനൊരൊറ്റ വിളി അങ്ങ് വിളിക്കുകയാണ്, അലറി വിളിക്കുക. ഞാൻ വിളിച്ചിട്ട് എനിക്ക് തലയൊക്കെ ഇങ്ങനെ കറങ്ങുക. അയ്യോ ആ കൊച്ചിൻ്റെ അച്ഛനുണ്ടല്ലോ, സ്വർണ്ണ കപ്പെടുത്ത് കൈ കൊടുക്കണം. ആ ഒരു പടം നന്നാവാൻ വേണ്ടി ആ മനുഷ്യൻ ചെയ്ത ത്യാഗം ഉണ്ടല്ലോ. ഇതിങ്ങനെ വീണിട്ട് അനക്കമില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ഇതിനെ ഇങ്ങനെ മേപ്പോട്ട് എടുത്തപ്പം ജഡം വരുന്ന പോലെ വരികയാണ്, കണ്ണ് തുറപ്പിച്ചിട്ട്. ഒരു അനക്കമില്ല. അയ്യോ ഞാൻ വിചാരിച്ചു കൊച്ചു ചത്തുപോയോ, ഈശ്വരാ പ്രാർത്ഥിക്കുക. ഞാൻ കൊരയുന്നു, ഇയോളെ ചീത്ത വിളിക്കുന്നു. യോ കണ്ണിച്ചോരയില്ലാത്ത മഹാഭാവിയായിട്ട് നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കാൻ പ്രാവുകയൊക്കെ ചെയ്യുക. ഇതിനെ എടുത്തോണ്ട് വന്ന് വെച്ച് നെഞ്ചത്ത് തടവുന്നു, കാലിൽ തടവുന്നു, മുഖത്ത് പറിക്കുന്നു, മോളെ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ആക്കുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നും പറഞ്ഞ് ഈ കുട്ടി കരയുന്നു. അയ്യോ എനിക്കിപ്പം പറയുമ്പോഴേക്കും നെഞ്ചിടിക്കുക എനിക്ക്. ഇതാണ് ആ സീക്വൻസ് മുഴുവൻ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവം. ഭീകരമായിപ്പോ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞാൽ കുട്ടി ഓക്കെ ആയി. പിന്നെ ആ പട്ടി അതിൽ നോക്കി കുരയ്ക്കണം. ഇത് ജന്മം ചെയ്ത അതിനോട് തൊട്ട് എങ്ങനെ കുരയ്ക്കും? കുട്ടി അവിടെ ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ ചുമ്മാ ഇതുവഴി വന്നിട്ട് ഓടി അങ്ങോട്ട് പോയി ക്യാമറ നോക്കി കുരയ്ക്കുക. പിന്നെ അതിൻ്റെ പ്ലാനിങ് നടക്കുകയാണ് ബാക്കി ഹാഫ് ഡേ. അവസാനം ആ പട്ടിയെ വളർത്തുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ ഭരതങ്ങൾ തന്നെയാണ് ഒരു ഐഡിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവൻ വിളിക്കുമ്പോൾ മാത്രമേ ഈ പട്ടിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അവനോട്. അവന്റെ ശബ്ദം ഈ പട്ടിയെ വിളിക്കുന്നതായിട്ട് ടേപ്പ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് കറക്റ്റ് ടേക്കിന് മുമ്പ് ഇത് ഓൺ ചെയ്തിട്ട് ഈ പയ്യനെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഇതിനകത്തുനിന്ന് കറക്റ്റ് ക്യാമറ ഓടി, അന്ന് ഫിലിമാണല്ലോ, എത്ര ടേക്ക് എടുത്താൽ വേസ്റ്റ് ആക്കുന്നത്. കറക്റ്റ് 1, 2, 3 ഏകദേശം അടുത്തെത്തുമ്പോൾ ഇതിനകത്തുനിന്ന് വിളി വരും. ആ വിളി വരുമ്പോൾ ഇതിങ്ങനെ തപ്പി കറക്റ്റ് അതിൽ നോക്കി കുറയ്ക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ എല്ലാ ഷോട്ടിലും റിസ്ക്, പാരലൽ അതിൽ കുഴി ഉണ്ടാക്കുക, അതിനകത്തോട്ട് പോയി, ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ അതേപടി നടക്കുകയാണ്. അപ്പൊ നമ്മൾ അറിയാതെ മാനസികമായിട്ട് ആയി പോയതാണ് സത്യത്തിൽ, അല്ലാതെ അഭിനയിച്ചൊന്നുമല്ല. സത്യത്തിൽ അഭിനയിച്ചല്ല. കാരണം ആ എൻ്റെ ഒരു ഏജ്, അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ ഒരു പ്രായത്തിലുണ്ടല്ലോ, എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താണ് ജഗദമ്മയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം? അതായത് നമ്മുടെ ഈ നാട്ടുപുറങ്ങളിലൊക്കെ സാധാരണ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എല്ലാവരുടെയും കൂട്ടത്തിൽ നേതാവായിട്ട് സംസാരിക്കുന്ന സ്ത്രീകളുണ്ട്. ഒരു ലീഡർ കാണും. അത് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയുടെ ഇതൊക്കെ മാറും.
ഭയങ്കര കാര്യഗൗരവമുള്ള കാര്യമൊക്കെ പറയും. എങ്ങനെ ഒരു സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ച് രാഷ്ട്രീയത്തിലോട്ട് പിടിച്ച് തള്ളുക? അവരുടെ ഒരു ഗതികെട്ട ഇപ്പൊ നടക്കുന്ന സംഭവമാണല്ലോ. നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് പഞ്ചായത്ത് ഇലക്ഷനോടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഇറങ്ങേണ്ട ഒരു സിനിമ ആയതുകൊണ്ടാണ് അതിന്റെ എല്ലാ കോമഡിയും എല്ലാ ദുരന്തങ്ങളും ഇതിനകത്തുണ്ട്. ഇവരുടെ മനസ്സിൽ പൊട്ടത്തരങ്ങൾ പലതും തോന്നും, ആശയങ്ങൾ നടപ്പിലാക്കുന്നതാണ്. ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ഇവർക്ക് അറിയണ്ട. ഇവരിങ്ങനെ വിളമ്പുന്ന ഭയങ്കര കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാവും. അങ്ങനെ സ്വപ്നത്തിൽ വാച ഓടിക്കാൻ ആർക്കും പറ്റും. ഒരു നാട് മുഴുവൻ ഒരേ കാര്യം നടപ്പിലാക്കണ്ടേ? ഇതിനിടയ്ക്ക് പ്രതിപക്ഷത്തിന്റെ 100,000 ബഹളവും അവരുടെ എതിർപ്പും. കൊള്ളാവോ കൊള്ളത്തില്ലയോ എതിർക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ ഓരോരുത്തർ ചാടി ഇറങ്ങും, വിദ്യാഭ്യാസം ഇല്ലാതെ. അതുകൊണ്ടാണ് 7B സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവരുടെ ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് ആണ്. 7ാം ക്ലാസ് ബിയിലോ സ്റ്റേറ്റ് ഫസ്റ്റ് ആണ്. ആർക്ക് ഒരു നാട്ടുപുറത്തെ ഫസ്റ്റ് ഇവർക്ക് അറിയാവും, അടിച്ചു വിടുകയാണ് സ്റ്റേറ്റ് ഫസ്റ്റ്. അപ്പോ അതാണ് അതിന്റെ തമാശ എന്ന് പറയുന്നത്. അത് ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ. ഇതെനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രൊഡക്ഷൻ. ആദ്യത്തത് പൂവങ്കോഴി അല്ല പെടക്കോഴി, സോറി, ഉള്ളിലിരിപ്പ്, വിജയുടെ ഉള്ളിലിരിപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിട്ട് സത്യം വെളി വരും വിജയ്. എന്തൊക്കെ പൂഴ്ത്തി വെച്ചാലും മത്തന്റെ അരിയെ ചോദിനകത്ത് അടക്കാൻ പറ്റൂ, മത്തയ്ക്ക് നമുക്ക് ഒളിപ്പിക്കാൻ ഒക്കത്തില്ല. ഇതൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ് കേട്ടോ. എല്ലാരും നോട്ടം വിട്ടോളൂ പെണ്ണുങ്ങളൊക്കെ. ഞാൻ അരിവഞ്ചു പോകുന്നുണ്ട്. സത്യം പറഞ്ഞേച്ച് ജീവിച്ചാ മതിയല്ലേ. അത് അപ്പൊ ആ ഒരു പെടക്കോഴി ഓക്കെ. അന്ന് ആ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്തായിരുന്നു? അത് ചിലപ്പോ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. വിജയ്, അത് തമിഴിലൊരു ഡയറക്ടർ ചെയ്യാനിരുന്ന സിനിമയാണ്. തമിഴിൽ എന്റെ സ്ക്രിപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ കൃഷ്ണകുമാർ എന്നൊരു ഡയറക്ടർ. അപ്പൊ അദ്ദേഹം എനിക്ക് കുറെ നാളുകൊണ്ട് പരിചയമുള്ള ആളാണ്, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പഴയ പടം, ഞാൻ പറയാം ഏത് പടമാണെന്ന്, മലയാളത്തില് കൂടിക്കാഴ്ച എന്നൊരു പടം ചെയ്തു ഞാനും ജയറാമും. ആ പടത്തിന്റെ ഒരു പാറ്റേണിൽ കുറച്ച് സ്ത്രീകൾ കൂടുതൽ ഒരു കഥ വേണമെന്നും പറഞ്ഞ് അദ്ദേഹം ഞാനും കൂടെ ഒരു ഷൂട്ടിംഗ് ഇല്ലാത്ത ഒരു 1.5 മാസം ഉണ്ടായിരുന്നു. ഒരു പടം മാറിപ്പോയിട്ട് ദിവസം വിളി വരും, ഇങ്ങനെ സംസാരിച്ച് ഇടയ്ക്ക് അമ്മ അഭിപ്രായം പറയും. എൻ്റെ ആങ്ങളെ വന്നിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു റോൾ ഒരു പടത്തിൽ ഞാൻ കണ്ടിരുന്നു. അതൊക്കെ കൊള്ളത്തില്. ഇത് പറഞ്ഞു ഒരു കഥയായി. ഒരു സ്ത്രീകൾ മാത്രം താമസിക്കുന്ന, പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഒരിടത്ത് ഒരു സ്ത്രീ വന്ന് വിടുന്നു എന്നുള്ളത് എനിക്ക് തുടങ്ങിയതാ. പക്ഷെ പിന്നെ നേരെ തിരിഞ്ഞ് സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് ഒരു പുരുഷൻ വന്ന് വിടുന്നു. അതാണ് ഹീറോ ക്യാരക്ടർ. ഇയാൾ പൊട്ടത്തരം കാണിക്കുക, ഇയാൾക്ക് ബോധക്കേടൊന്നും ഇല്ലാതെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ഇതാണ് സത്യം പറഞ്ഞാൽ. അത് അന്ന് അതിന് ആപ്റ്റായ ഒരു ഹീറോ എന്ന് പറയാൻ കോമഡിയും വേണം, അതേസമയം അതുകൊണ്ടാണ് ജഗതി തന്നെ അത് ചെയ്യേണ്ടി വന്നത്.